അപ്പോൾ ഹായ്, ഇതേ നമ്മുടെ സിമെൻ്റൊക്കെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെല്ലാം എടുക്കണം. പിന്നെ 2 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞ് വെള്ളം ഒന്ന് പിടിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ 2 ദിവസം നമ്മൾ വെള്ളം പിടിച്ച് വെച്ചായിരുന്നേ. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച വാഴയിലയും ഉണങ്ങിയ വാഴയിലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് വെച്ചിരുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെയൊക്കെ ആ ഒരു കണ്ടൻറ്റും ഇതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. അങ്ങനെ ദേ ഈ ഒരു കളറിലാണ് ഇപ്പോൾ വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. കാണുമ്പോൾ സിമെൻ്റ് ആണെങ്കിലും തെർമോക്കോൾ ബോക്സ് അല്ലേ, അപ്പോൾ ഒറ്റയടിക്ക് ഒട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഓസിട്ടാണ് വെള്ളം കളഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ ഫുള്ള് വെള്ളം കളഞ്ഞ് ഇനി നല്ല രീതിയിലൊന്ന് കഴുകി നീറ്റായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതെ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫിഷിനെ ഇടാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്ന ഫിഷ് തന്നെ ഇടണമെന്നൊരാഗ്രഹം. അങ്ങനെ നമ്മുടെ റെഡ് ഇയർ കോയിയാണ് കേട്ടോ ഇതിനകത്ത് ഇറക്കാൻ പോകുന്നത്. ഇത്രയും ദിവസവും പ്ലാസ്റ്റിക് ബേസിന് കിടന്നിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ ആയിരിക്കണം എല്ലാവരും ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത ദിവസം രാവിലെ തന്നെ കയറി നോക്കിയത് റെഡ് ഇയർ കോയി തന്നെ കേട്ടോ. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ, നമ്മൾ ഇന്നലെ ഇട്ടിട്ട് പോയതല്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ ഹാപ്പിയാണ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ തെർമോക്കോൾ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ കളയണ്ട. അപ്പോൾ ഓക്കെ, ബൈ.